നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 6th മൊഡ്യൂളിൽ വരുന്ന പ്ലാൻ ഫിസിയോളജിയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റൊമാറ്റ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ആസ്യരന്ധ്രങ്ങളാണ്. പ്ലാന്റ്സിൽ ഗ്യാഷസ് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ ട്രാൻസ്പിരേഷൻ സസ്യസ്വേദനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഓർഗനാണ് സ്റ്റൊമാറ്റ. അപ്പോൾ അതിൻ്റെ ഘടനയൊന്ന് നോക്കാം നമുക്ക്. സ്ട്രക്ചർ ഓഫ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഈ സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ 2 ഗ്വാഡ് സെൽസ്, അതിന് ചുറ്റും കുറച്ച് എപ്പിഡെർമൽ സെൽസ്, കുറച്ച് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഉപരിതലത്തിൽ കാണുന്ന എല്ലാ സെൽസിനെയും കൂടി നമ്മൾ എപ്പിഡെർമൽ സെൽസ് എന്ന് പറയും. എന്നാൽ ഗ്വാഡ് സെൽസിനോട് ചേർന്ന് നിൽക്കുന്ന എപ്പിഡെർമൽ സെൽസിനെ സബ്സിഡറി സെൽസ് എന്ന് പറയും. അങ്ങനെ സബ്സിഡറി സെൽസ്, 2 ഗ്വാഡ് സെൽസ്, നടുക്കൊരു സ്റ്റൊമാറ്റൽ പോർ, ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഘടനയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്വാഡ് സെൽസിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ക്ലോറോപ്ലാസ്റ്റ് കാണാം. ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ വാക്യൂൾ ഉണ്ട്. അപ്പോൾ അതായത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 2 സെൽസാണ് ഗ്വാഡ് സെൽസ്. ഇനി അതിന് ചുറ്റുമുള്ള സബ്സിഡറി സെൽസ് നോക്കുകയാണെങ്കിൽ അതിലും എന്തുണ്ടായിരിക്കാം? ക്ലോറോപ്ലാസ്റ്റും ബാക്കി ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കാം, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചുറ്റും കാണുന്ന സെൽസ് എല്ലാം സബ്സിഡറി സെൽസാണ്. നടുക്കുള്ള 2 കിഡ്നി ഷേപ്ഡ് സെൽസാണ് ഗ്വാഡ് സെൽസ്. അപ്പോൾ ഡൈക്കോട്ടിലെ ഗ്വാഡ് സെൽസ് ആണ് ഇങ്ങനെ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ളത്. മോണോകോട്ടിലാണെങ്കിലോ ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസ് ആണ് കാണാൻ സാധിക്കുക. ഓക്കെ, ബാക്കിയെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. എപ്പിഡെർമൽ സെൽസ് തന്നെയാണ് സബ്സിഡറി സെൽസ് ആയിട്ട് ഈ ഗ്വാഡ് സെൽസിന് ചുറ്റും കാണുന്നത്. ഈ ഗ്വാഡ് സെൽസിൻ്റെ സെൽ വോളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നർ വോള് നോക്കുകയാണെങ്കിൽ ഒരു തിക്കായിട്ടുള്ള സെൽ വോളാണ്. ഇന്നർ വോള് തിക്കായിട്ടുള്ള സെൽ വോളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് തിക്കനിങ് കാണാൻ പറ്റും. എന്നാൽ ഔട്ടർ വോളാണെങ്കിലോ തിന്നായിട്ടുള്ള സെൽ വോളാണ്. അപ്പോൾ ഈ ഒരു ഘടനയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മളിനി അങ്ങോട്ട് സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ സെൽ വോൾ തിക്കനിങ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. ഇവിടെ നോക്കുക, അടയാളപ്പെടുത്തിയിട്ട് തിക്ക് ഇന്നർ വോളും തിൻ ഔട്ടർ വോളുമാണ്. ഈ ഔട്ടർ വോൾ തിന്നാണ്. തിൻ ഔട്ടർ വോളാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇപ്പുറത്തുള്ള ഒരു ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റൊമാറ്റ കാണാൻ സാധിക്കും. ഇതൊരു സ്റ്റൊമാറ്റയാണ്. ഒരു സ്റ്റൊമാറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റൊമാറ്റയോട് ചേർന്നിരിക്കുന്ന എപ്പിഡെർമൽ സെൽസിനെ എന്താ പറയുക? അവിടെ ചേർന്നിരിക്കുന്ന എപ്പിഡെർമൽ സെൽസിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിന് നമ്മൾ എന്താ പറയുക? സബ്സിഡറി സെൽസ് എന്ന് പറയും. സബ്സിഡറി സെൽസ് ആണ്. ഇതാണ് ഗ്വാഡ് സെൽസ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ബാക്കിയുള്ള സെൽസൊക്കെ എപ്പിഡെർമൽ സെൽസ് ആണ് അല്ലേ? എപ്പിഡെർമൽ സെൽസ്. അപ്പോൾ എപ്പിഡെർമൽ സെൽസ് തന്നെയാണ് സബ്സിഡറി സെൽസ്. അത് ഗ്വാഡ് സെൽസിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മളതിന് സബ്സിഡറി സെൽസ് എന്ന് പറയുന്നു. മുന്നോട്ട് പോവാം. നമ്മൾ HSC ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മലയാളം ടേംസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് NCERT-യിൽ ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് വേർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ആസ്യരന്ധ്ര അപ്പാരറ്റസ് എന്നാണ് പറയുക. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിന് മലയാളത്തിൽ ആസ്യരന്ധ്ര അപ്പാരറ്റസ് എന്നാണ് പറയുക. അപ്പോൾ ഉപരിവൃത്തി കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? എപ്പിഡെർമൽ സെൽസിന് പറയുന്ന പേരാണ് ഉപരിവൃത്തി കോശങ്ങൾ. ഉപരിവൃത്തി കോശങ്ങളിൽ നിന്ന് ഗ്വാഡ് സെൽസിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഉപരിവൃത്തി കോശങ്ങളിനെ സെപ്പറേറ്റ് ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സബ്സിഡറി കോശങ്ങൾ. അപ്പോൾ മലയാളത്തിൽ വേറൊരു ടേമൊന്നും തിരയേണ്ട, സബ്സിഡറി കോശങ്ങൾ എന്ന് തന്നെയാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ഇനി ഈ ഗ്വാഡ് സെൽസിൽ ധാരാളം ഹരിതകൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഹരിത കണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗ്വാഡ് സെൽസിൻ്റെ മലയാളത്തിൽ കാവൽ കോശങ്ങൾ എന്ന് പറയുന്നു. അത് ശ്രദ്ധിക്കുക. ഗ്വാഡ് സെൽസിൻ്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? കാവൽ കോശങ്ങൾ എന്ന് പറയുന്നു. ഇനി ഈ ഒരു സ്റ്റൊമാറ്റൽ പോർ ഉണ്ടല്ലോ, ഏറ്റവും സെൻട്രലുള്ള സ്റ്റൊമാറ്റൽ പോർ, അതിന് ആസ്യരന്ധ്ര വിടവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡൈക്കോട്ടിൽ കാണുന്ന, ഇവിടെ എഴുതിയിട്ടുണ്ട് ഡൈക്കോട്ടിലുള്ള ഒരു സ്റ്റൊമാറ്റൽ പോറിൻ്റെ പിക്ചറാണിത്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നതാണ് മോണോകോട്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നോക്കിയാൽ ഗ്വാഡ് സെല്ലിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് ഡംബൽ ഷേപ്ഡ് ആണ്. അപ്പോൾ ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസ് എവിടെയാണ് കാണുക? മോണോകോട്ട് പ്ലാന്റ്സിലാണ്. ഇങ്ങനെ ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസ് എവിടെയാണ് കാണുക? ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കാണുക. നമുക്ക് മുന്നോട്ട് പോവാം. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റൊമാറ്റനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ പിക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ടേബിളിലുള്ള കണ്ടന്റ് ഒന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഡൈക്കോട്ട് സ്റ്റൊമാറ്റ, മോണോകോട്ട് സ്റ്റൊമാറ്റ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ഷേപ്പ് ഓഫ് ദ ഗ്വാഡ് സെൽ. ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്?
കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് ആണ് ഡൈക്കോട്ടിലെ സ്റ്റൊമാറ്റ. അതേസമയം ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസ് ആണ് മോണോകോട്ട് സ്റ്റൊമാറ്റയിലുള്ളത്. ഇനി അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിലോ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ലീഫ് സർഫസ്. ലീഫ് സർഫസിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് പ്രത്യേകിച്ച് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. റാൻഡം ആയിട്ട് ഈ ഉപരിവൃത്തിയിൽ ചില കോശങ്ങളുടെ ഇടയിലിടയിൽ ഇങ്ങനെ എന്ത് കാണാൻ പറ്റും? സ്റ്റൊമാറ്റ കാണാൻ സാധിക്കും. അതുപോലെ മോണോകോട്ടിലാണെങ്കിലോ അറേഞ്ച്ഡ് ഇൻ പാരലൽ റോസ്. പാരലൽ വീനേഷനാണ് മോണോകോട്ടിൽ. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ പാരലൽ റോസ് ആയിട്ടാണ് സ്റ്റൊമാറ്റേൻ്റെ വിന്യാസവും കാണപ്പെടുന്നത്. ഇനി നമ്പേഴ്സ് നോക്കുകയാണെങ്കിലോ സ്റ്റൊമാറ്റയുടെ വിന്യാസത്തിലുള്ള നമ്പറിൻ്റെ വ്യത്യാസം എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഡൈക്കോട്ടിലാണെങ്കിൽ ലോവർ സർഫസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റ ഉണ്ടാവുക. നമുക്ക് മോണോകോട്ടിൽ അങ്ങനെ ലോവർ സർഫസ് അപ്പർ സർഫസിലെ ഡിഫറൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് മോണോകോട്ടിലെ സ്റ്റൊമാറ്റന് നമ്പർ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ സബ്സിഡറി സെൽസിൻ്റെ കാര്യം നോക്കുമ്പോൾ വേരീസ് ബേസ്ഡ് ഓൺ ടൈപ്പ്. ഒരു പ്രത്യേക ടൈപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റൊമാറ്റയുടെ സബ്സിഡറി സെൽസിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൊമാറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ടൈപ്പ് സ്റ്റൊമാറ്റകൾ ഡൈക്കോട്ട് ലീവ്സിൽ കാണാൻ പറ്റും. അനോമോസൈറ്റിക്, അനൈസോസൈറ്റിക്, ആക്ടിനോസൈറ്റിക് എന്നൊക്കെ പറഞ്ഞ ധാരാളം ടൈപ്പ് നമുക്ക് ഡൈക്കോട്ടിൽ കാണാൻ സാധിക്കും. പക്ഷേ ടിപ്പിക്കലി ഡംബൽ ഷേപ്ഡ് ഗ്വാഡ് സെൽസ് വിത്ത് പാരലൽ സബ്സിഡറി സെൽസ്, അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ലാതെ ഒരു യൂണിഫോം പാറ്റേണിലാണ് മോണോകോട്ടിൽ സാധാരണയായിട്ട് എന്ത് കാണാറുള്ളത്? ഗ്വാഡ് സെൽസ് കാണാറുള്ളത്, സബ്സിഡറി സെൽസ് കാണാറുള്ളത്. ഇനി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എങ്ങനെയാണ്? ഓപ്പൺസ് ആൻഡ് ക്ലോസസ് സ്ലോവർ, വളരെ സാവധാനത്തിൽ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റൊമാറ്റയാണ് ഡൈക്കോട്ട് ലീവ്സിൻ്റെത്. അതേസമയം മോണോകോട്ട്സിൻ്റെ സ്റ്റൊമാറ്റയുടെ ആക്ടിവിറ്റി ആണെങ്കിൽ വളരെ ഫാസ്റ്റാണ്. ഓക്കെ, ഫാസ്റ്റർ റെസ്പോൺസ് ആണ്. അതിൻ്റെ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻസ് കൊണ്ട് തന്നെ വാട്ടറിൻ്റെ അവൈലബിലിറ്റിയോടുള്ള റെസ്പോൺസ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മോണോകോട്ട് ലീവ്സിലെ സ്റ്റൊമാറ്റയുടെ ആക്ടിവിറ്റി വളരെ സ്പീഡിൽ നടക്കുന്നതാണ്. ഇനി എക്സാമ്പിൾസ് നമ്മൾ വെറുതെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ധാരാളം ഡൈക്കോട്ട് സ്റ്റൊമാറ്റയ്ക്കും മോണോകോട്ട് സ്റ്റൊമാറ്റയ്ക്കും ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കുറച്ചെണ്ണം ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൂ. സൺഫ്ലവർ, ബീൻസ്, ടൊമാറ്റോ ഒക്കെ ഡൈക്കോട്ട് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഗ്രാസ്, മെയ്സ്, ബാംബു, ഷുഗർ കെയിനിലൊക്കെ നമുക്ക് മോണോകോട്ട് സ്റ്റൊമാറ്റയുടെ സവിശേഷതകൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിക്ചേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് ഗ്വാഡ് സെൽസ് ഉള്ള സ്റ്റൊമാറ്റയാണ് ഡൈക്കോട്ട് സ്റ്റൊമാറ്റ. ഡംബൽ ഷേപ്ഡ് ഗ്വാഡ് സെൽസ് ഉള്ളതാണ് മോണോകോട്ട് സ്റ്റൊമാറ്റ. മുന്നോട്ട് പോവാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചധികം ടൈപ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് സബ്സിഡറി സെൽസിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ വിന്യാസത്തിലുള്ള ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് 5 തരത്തിൽ സ്റ്റൊമാറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഓരോന്നും ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഞാനിതിൻ്റെ പേരുകളൊന്ന് പരിചയപ്പെടുത്താം. അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ, അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ, പാരാസൈറ്റിക് സ്റ്റൊമാറ്റ, ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ, ആക്ടിനോസൈറ്റിക് സ്റ്റൊമാറ്റ. ഓരോന്നോരോന്നായിട്ട് സവിശേഷതകളൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ആദ്യത്തേത് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ. ഇതിൽ ഇറഗുലർ സെൽഡ് ടൈപ്പാണ്. ഈ ഇറഗുലർ സെൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറഗുലർ സെൽസ് ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്? സബ്സിഡറി സെൽസിൻ്റെ സവിശേഷതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. സബ്സിഡറി സെൽസിൻ്റെ സവിശേഷത വെച്ചിട്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കുക അതിൻ്റെ സവിശേഷത. പ്രത്യേക ക്രമീകരണമോ പാറ്റേണുകളോ ഇല്ലാതെ വ്യത്യസ്ത എണ്ണം എപ്പിഡേർമൽ സെല്ലുകളാൽ ഗാർഡ് സെല്ലുകൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗ്വാഡ് സെല്ലിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു നമ്പർ ഒന്നും ഫോളോ ചെയ്യാത്തൊരു ടൈപ്പാണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ. ചുറ്റുമുള്ള കോശങ്ങൾക്ക് ക്രമരഹിതമായ ആകൃതികളായിരിക്കും, അതുപോലെ വലിപ്പങ്ങളും ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റൊമാറ്റയുടെ ചുറ്റും ചിലപ്പോൾ ഒരു 4 സബ്സിഡറി സെൽസാണെന്ന് വെച്ചിട്ട് വേറൊരു സ്റ്റൊമാറ്റോൻ്റെ ചുറ്റും 4 തന്നെ വേണമെന്നില്ല, അതേ വലിപ്പം തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അങ്ങനെ റാൻഡമായിട്ട് മാറി മാറി കാണിക്കുന്ന രീതിയിലാണ് സബ്സിഡറി സെൽസ് കാണപ്പെടുന്നതെങ്കിൽ ആ ഒരു ടൈപ്പിനെ അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. ഇനി അത് കാണപ്പെടുന്നത് റാനൻകുലേസിയെ, പപ്പാറേസിയെ തുടങ്ങിയ ഡൈക്കോട്ട് കുടുംബങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഡൈക്കോട്ട് ഫാമിലീസിലാണ് ഈ ടൈപ്പുള്ള സ്റ്റൊമാറ്റകൾ കാണപ്പെടുന്നത്. ഇനി അടുത്തത് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ. അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ നോക്കുക, ഗ്വാഡ് സെല്ലുകൾ 3 അനുബന്ധ സെല്ലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ അനുബന്ധ സെല്ല് എന്ന് പറയുന്നത് സബ്സിഡറി സെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 അനുബന്ധ സെല്ലുകൾ, ഇതിൽ ഒന്ന് വളരെ ചെറുതും 2 വലുതുമായിട്ടുള്ള കണ്ടീഷനിലും കാണാറുണ്ട്. 2 ചെറുതും 1 വളരെ വലുതുമായിട്ടുള്ള കണ്ടീഷനിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 രീതിയിലും
ഈ 3 സബ്സിഡറി സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ് നമുക്ക് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റോയിൽ കാണാൻ പറ്റുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സൊളനേസിയെ, ബ്രാസിക്കേസിയെ ആൻഡ് ക്രൂസിഫെറെ, അങ്ങനെ ഒരു ഫാമിലി ഉണ്ടല്ലോ. ഈ 3 ഫാമിലിയിലാണ് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ കാണുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സൊളനേസിയയിലെ കുറച്ച് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ബ്രാസിക്കേസിയയിലെ ക്യാബേജിനെയും കടുകിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫാമിലിയിലൊക്കെയാണ് ഈ അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. അടുത്ത ടൈപ്പാണ് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗ്വാഡ് സെൽസ് ആണ് ഈ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഗ്വാഡ് സെൽസ് ആണ്. ഗ്വാഡ് സെൽസിന് പാരലലായിട്ട്, അതായത് സമാന്തരമായിട്ട് സബ്സിഡറി സെൽസ് കാണപ്പെടുന്ന ടൈപ്പ് ആണെങ്കിൽ അതിന് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ എന്നാണ് പറയുക. നോക്കുക, ഗ്വാഡ് സെല്ലുകൾക്കൊപ്പം 2 അനുബന്ധ സെല്ലുകളും സ്റ്റൊമാറ്റൽ പോറിന് സമാന്തരമായി സ്ഥാപിച്ചിരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുക. ഇത് കാണപ്പെടുന്നത് റൂബിയേസിയെ, ഫാബേസിയെ ഫാമിലിയിലൊക്കെയാണ്. ഇപ്പോൾ റൂബിയേസിയിലെ കോഫിയിൽ ഈ ടൈപ്പ് കാണാൻ പറ്റും. അതേപോലെ ഫാബേസിയിലെ ബീൻസ് ആൻഡ് പീസ്, ഇതിലൊക്കെ ഈ ഒരു ടൈപ്പ് സ്റ്റൊമാറ്റോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടൈപ്പ് നോക്കാം, ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ. ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ കണ്ടതിൻ്റെ നേരെ വിപരീതമായിട്ട്, നേരത്തെ നമ്മൾ ഗ്വാഡ് സെൽസിന് പാരലായിട്ടുള്ള സബ്സിഡറി സെൽസാണ് പറഞ്ഞത്. ഇവിടെ നോക്കുക, ഗ്വാഡ് സെൽസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള സബ്സിഡറി സെൽസ് ആണുള്ളത്. പക്ഷേ 2 സ്ഥലത്തും 2 സബ്സിഡറി സെൽസ് വീതമാണ് ഉള്ളത്. നോക്കുക, ഗ്വാഡ് സെല്ലുകൾക്ക് ചുറ്റും 2 അനുബന്ധ സെല്ലുകൾ സ്റ്റൊമാറ്റൽ സുഷിരത്തിന് ലംബമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കണ്ടീഷന് ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. കാരിയോഫില്ലേസിയെ ഫാമിലിയും അക്കാന്തേസിയ എന്നുള്ള ഫാമിലിയിലുമാണ് ഇങ്ങനത്തെ സ്റ്റൊമാറ്റയുള്ള മെമ്പേഴ്സിനെ കാണാൻ പറ്റുക. അടുത്തതാണ് ആക്ടിനോസൈറ്റിക് സ്റ്റൊമാറ്റ. അപ്പോൾ 5 തരത്തിലുള്ള സ്റ്റൊമാറ്റയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതിലേറ്റവും അവസാനത്തേതാണ്. ഇതിൽ നോക്കുക, റേഡിയേറ്റ് സെൽ തരം, റേഡിയേറ്റ് സെൽഡ് ടൈപ്പാണ് സബ്സിഡറി സെൽസ് ഉള്ളത്. അതായത് റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. റേഡിയലി ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് സബ്സിഡറി സെൽസ്. കാണുന്നുണ്ടല്ലോ സബ്സിഡറി സെൽസിനെ. അപ്പോൾ ഈ രീതിയിൽ റേഡിയൽ വോൾ ഇലോങ്ങേറ്റ് ചെയ്ത കോശങ്ങളായിരിക്കും സബ്സിഡറി സെൽസ് ഫോം ചെയ്യുക. വായിച്ചു നോക്കാം, ഗോഡ് സെല്ലുകൾക്ക് ചുറ്റും റേഡിയൽ പാറ്റേണിൽ, അതായത് ഒരു നക്ഷത്രം പോലെയുള്ള പാറ്റേൺ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ ഭാഗത്തേക്കും ഓരോരോ വശങ്ങളിലേക്കും റേഡിയേറ്റ് ചെയ്ത് ഇലോങ്ങേറ്റ് ചെയ്ത സെൽസ് ആണല്ലോ അതിനെ ചുറ്റുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നക്ഷത്രം പോലെയുള്ള ഒരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ധാരാളം അനുബന്ധ സെല്ലുകൾ ഉണ്ടാകും. സബ്സിഡറി സെല്ലുകൾ മോർ ദാൻ 2 ആണ്. നമ്മൾ നേരത്തെ പാരാസൈറ്റിക്കിലും ഡയാസൈറ്റിക്കിലും ഒക്കെ പറഞ്ഞപ്പോൾ 2 സബ്സിഡറി സെൽസ് ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആകുമ്പോഴോ മോർ ദാൻ 3 ഒക്കെയാണ്. ഒരുപാട് നമ്പർ ഉണ്ട്. 3 എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ 5-5നേക്കാളും എബോ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഈ ക്രമീകരണം ചില മോണോകോഡ് കുടുംബങ്ങളിലാണ് കാണപ്പെടുന്നത്. മോണോകോഡ് പ്ലാന്റ്സിലാണ് സാധാരണയായിട്ട് ഇങ്ങനെ ആക്ടിനോസൈറ്റിക് സ്റ്റൊമാറ്റ കാണുന്നത്. ഇനി നമുക്ക് സ്റ്റൊമാറ്റ ഇലകൾക്കപ്പുറം എന്നുള്ളൊരു ചെറിയൊരു കാര്യം കൂടി നോക്കാം. അതായത് ഈ ആസ്യരന്ധ്രങ്ങൾ സാധാരണ എവിടെയാണുള്ളത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന മേജറായിട്ടുള്ള പ്ലാന്റിലെ പാർട്ടാണ് ലീഫ്. അപ്പോൾ ലീഫിൻ്റെ സർഫസിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്റ്റൊമാറ്റ നമുക്ക് കാണാൻ പറ്റുക. എന്നാലും മറ്റ് പ്ലാന്റ് പാർട്സിലും സ്റ്റൊമാറ്റനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് എക്സാമ്പിൾസാണ്. കാണ്ഡത്തിൽ കാണപ്പെടുന്നതിനൊരു എക്സാമ്പിൾ ഉണ്ട്, എഫിഡ്ര. ഒരു എക്സാമ്പിളൊന്നുമല്ല, ഒന്നിലധികം എക്സാമ്പിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തു പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എക്സാമ്പിളും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അവൈലബിൾ ആവും കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കുക, പഴങ്ങൾ, ഫ്രൂട്ട്സിൽ സ്റ്റൊമാറ്റ കാണുന്നതിന് എക്സാമ്പിളാണ് പെരുംജീരകം. പൂമൊട്ടുകളിൽ സ്റ്റൊമാറ്റ കാണുന്നതിന് എക്സാമ്പിളാണ് ഗ്രാമ്പൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എക്സെപ്ഷണൽ ക്യാരക്ടേഴ്സൊക്കെ അറിയാമെങ്കിൽ ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് എക്സാമ്പിൾസൊക്കെ പഠിച്ചു വെക്കണം. എക്സാമിന് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് വായിക്കാം. ആസ്യരന്ധ്രം വാതക കൈമാറ്റത്തിനും സസ്യസ്വേദനത്തിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമുക്കറിയാലോ ഈ സ്റ്റൊമാറ്റയുടെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, അതേപോലെ ട്രാൻസ്പിരേഷൻ നടത്തുക. അപ്പോൾ ഇലകളിലല്ലാത്ത സസ്യഭാഗങ്ങളിൽ പോലും ഇത് പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയണം, ട്രാൻസ്പിരേഷൻ ഏതെല്ലാം തരത്തിൽ നടക്കുന്നുണ്ട്? മേജറായിട്ട് ഇലയിലെ സ്റ്റൊമാറ്റ വഴി നടക്കുന്നതിനാണ് ഫോളിയാർ ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. ഇനി അതല്ലാതെ വെജിറ്റേറ്റീവ് പാർട്സിൻ്റെ സണ്ണുമായിട്ട് എക്സ്പോഷർ ആവുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവാപ്പറേഷൻ, ഡയറക്റ്റ് ഇവാപ്പറേഷൻ വഴി നഷ്ടപ്പെടുന്നുണ്ടല്ലോ വെള്ളം. അപ്പോൾ ആ ഒരു ടൈപ്പ് ട്രാൻസ്പിരേഷൻ എന്താ പറയുക? ക്യൂട്ടിക്കുലാർ ട്രാൻസ്പിരേഷൻ എന്ന് പറയും. ഇനി അങ്ങനെ അല്ലാതെ ഒരു ടൈപ്പും കൂടിയുണ്ട്, ലെൻറ്റിക്കുലാർ ട്രാൻസ്പിരേഷൻ. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ശരിക്കും നമ്മൾ ട്രാൻസ്പിരേഷനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിലേറ്റവും മേജർ പാർട്ട്, അതായത് ഒരു 98% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോളിയാർ ട്രാൻസ്പിരേഷൻ തന്നെയാണ്. ഇനി സ്റ്റൊമാറ്റ പ്രാഥമികമായി ഇലകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവ മറ്റ് സസ്യഭാഗങ്ങളിലും കാണപ്പെടുന്നു. അതിനുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഒരു 3 എണ്ണം ഇവിടെ പറഞ്ഞത്. ഇനിയും ധാരാളം എക്സെപ്ഷൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കേണ്ടതുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, നമുക്കിനി അടുത്തൊരു മേജർ ടോപ്പിക് നോക്കാം, മെക്കാനിസം ഓഫ് സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ്. അപ്പോൾ സ്റ്റൊമാറ്റയുടെ മൂവ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള 2 തിയറീസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിലൊന്നാണ് സ്റ്റാർച്ച് ഷുഗർ ഇൻറ്റർ കൺവേർഷൻ ഹൈപ്പോത്തസിസ്, രണ്ടാമത്തതാണ് തിയറി ഓഫ് K+ അയൺ ട്രാൻസ്പോർട്ട് ആൻഡ് ഹോർമോണൽ റെഗുലേഷൻ. അപ്പോൾ ഈ 2 തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. 2 തിയറി നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ 2 തിയറിയിലും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്റ്റൊമാറ്റ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, സ്റ്റൊമാറ്റ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മെക്കാനിസമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് നോക്കിയാൽ ഈ തിക്കായിട്ടുള്ള വോൾസ് സെപ്പറേറ്റ് ആവുന്ന സമയത്താണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഈ തിക്ക് വോൾസ് അടുത്ത് വരുന്ന സമയത്താണ് സ്റ്റൊമാറ്റ ക്ലോസ് ആവുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ 2 തിയറിയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സ്റ്റാർച്ച് ഷുഗർ ഇൻറ്റർ കൺവേർഷൻ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തിയറിയിൽ എന്താ പറയുന്നത്? മോർണിംഗ് ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പണിംഗ് നടക്കുന്നു, അതായത് ലൈറ്റ് ഫേസ് നടക്കുന്ന സമയത്താണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പാണ് ലൈറ്റ് സ്റ്റിമുലേറ്റ്സ് സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ. സ്റ്റാർച്ചിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നതാണ് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘട്ടം. പിന്നത്തെ ഘട്ടമാണ് ഇൻക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് നടക്കും. ആ സ്റ്റെപ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ആവും. അതിൻ്റെ ഫലമായിട്ടാണ് സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റൊമാറ്റ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ലൈറ്റ് സ്റ്റിമുലേറ്റ് സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു സ്റ്റെപ്പിൽ കാര്യമായിട്ട് നടക്കുന്ന ഒരു മേജറായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കുക. പകൽ സമയത്ത് ഗാർഡ് സെല്ലുകളുടെ ക്ലോറോപ്ലാസ്റ്റുകളിൽ ഫോട്ടോസിന്തസിസ് സംഭവിക്കുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് സാധാരണയായിട്ട് എല്ലാ കോശങ്ങളിലും സംഭവിക്കുന്നത് പകൽ സമയത്ത് തന്നെയാണ്. അതിൻ്റെ ലൈറ്റ് ഫേസ് അല്ലേ, നമുക്കറിയാം. ഇത് ATP, NADPH എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുമ്പേ നടന്ന ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ സ്റ്റാർച്ചൊക്കെ കോശങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഈ സ്റ്റാർച്ചിൻ്റെയൊക്കെ കൺവേർഷനും കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നടന്ന ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് കുറേ ഗ്ലൂക്കോസ്, അതേപോലെ മെയിൻ ഫോട്ടോസിന്തസിൻ്റെ ബൈ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ATP, NADPH, ഗ്ലൂക്കോസ്, ഓക്സിജൻ, അങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ആ പ്രോഡക്ട്സ് എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അന്നജത്തിൻ്റെ ഒരു ഇൻറ്റർ കൺവേർഷൻ കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അന്നജത്തിൻ്റെ കൺവേർഷൻ നടത്തുന്ന എൻസൈമാണ് അമൈലേസ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത് നോക്കാം. ഇത് അന്നജത്തിൻ്റെ ഗ്ലൂക്കോസ്, മാൾട്ടോസ് തുടങ്ങിയ ലളിതമായ പഞ്ചസാരകളിലേക്ക് എൻസൈമാറ്റിക് കൺവേർഷൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എൻസൈംസിൻ്റെയും ഗിബറലിനൊക്കെ പോലെയുള്ള എൻസൈംസിൻ്റെയും പിന്നെ സൺലൈറ്റിൻ്റെയും pHൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ അമൈലേസ് എന്നുള്ള എൻസൈം ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും? സിംപ്ലസ്റ്റ് ഷുഗേഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, അതുപോലെ മാൾട്ടോസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റാർച്ചിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആണ് ഇങ്ങനെ സിംപ്ലസ്റ്റ് ഷുഗേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇൻക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. എങ്ങനെയാണ് ഇത് ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നത് നോക്കാം. അന്നജം പഞ്ചസാരയാക്കി മാറ്റുന്നത് ഗോഡ് സെല്ലുകൾക്കുള്ളിലെ ലായനിയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു ലായനി എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ഗോഡ് സെല്ലിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ, വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലായനിയിൽ ഈ അന്നജത്തിനെ കൺവേർട്ട് ചെയ്ത് സിംപ്ലസ്റ്റ് ഷുഗേഴ്സ് ആക്കുന്നു. കൂടെ കുറേ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂട്ട്സ് ഒക്കെ എവിടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്? ഈ ഗോഡ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോൾവെൻറ്റിൽ ഇങ്ങനെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ സാന്ദ്രത കൂടുന്നു. അപ്പോൾ ആ ഒരു സോൾവെൻറ്റിൻ്റെ സാന്ദ്രത കൂടി വരുന്നു. അപ്പോൾ ഓസ്മോസിസ് അനുസരിച്ച്, അപ്പോൾ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളത്തിൻ്റെ സാന്ദ്രത അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഗോഡ് സെല്ലിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ സാന്ദ്രത കുറവും, അപ്പോൾ സബ്സിഡറി സെല്ലിലെ വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലുള്ള സബ്സിഡറി സെല്ലിൽ നിന്ന് ഗോഡ് സെല്ലിലേക്ക് വെള്ളം വരുന്നു. അപ്പോൾ അതിനെ എൻഡോസ്മോസിസ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ എൻഡോസ്മോസിസ് എന്നാണ് പറയുക. എൻഡോസ്മോസിസ്. അപ്പോൾ എൻഡോസ്മോസിസ് വഴി സബ്സിഡറി സെല്ലിൽ നിന്ന് വെള്ളം എവിടേക്ക് കയറുന്നു? ഗോഡ് സെല്ലിലേക്ക് കയറുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓസ്മോസിസ് അനുസരിച്ച് കുറഞ്ഞ ലായനി സാന്ദ്രതയുള്ള എപ്പിഡെർമൽ സെല്ലുകളിൽ നിന്ന് ഉയർന്ന ലായനി സാന്ദ്രതയുള്ള ഗോഡ് സെല്ലുകളിലേക്ക് വെള്ളം നീങ്ങുന്നു.
വെള്ളം പ്രവേശിക്കുമ്പോൾ വർദ്ധിച്ച ടർഗർ മർദ്ദം കാരണം ഗോഡ് സെല്ലുകൾ വീർക്കുന്നു. അപ്പോൾ നന്നായിട്ട് എപ്പിഡാമൽ സെൽസ്, സബ്സിഡറി സെൽസ് എന്നൊക്കെ വെള്ളം എങ്ങോട്ട് കയറുന്നു? ഗോഡ് സെല്ലിലേക്ക് കയറുന്നു. അപ്പോൾ ഗോഡ് സെൽ ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരും. അതിനെയാണ് നമ്മൾ ടർജിഡ് ആവുക എന്ന് പറയുക. അങ്ങനെ ടർജിഡിറ്റി കൂടി വരുന്ന സമയത്ത് അത് പാർശ്വങ്ങളിലേക്ക് ഇങ്ങനെ വലിയാൻ തുടങ്ങും. അങ്ങനെ വലിയുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? ആ വീതി കൂടിയ ഒരു ഇന്നർ സെൽ വോൾ ഉണ്ടല്ലോ, ആ സെൽ വോൾ ഇങ്ങനെ വലിയാൻ തുടങ്ങും. അപ്പോൾ വശങ്ങളിലേക്ക് ഇതിങ്ങനെ വലിയുമ്പോഴാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇനി അതിലേക്കാണ് നയിക്കാൻ പോകുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായി. ഇനി 3ാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റൊമാറ്റൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഫൈനലായിട്ടാണ് സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ് സംഭവിക്കുക. അവിടെ എന്താ നടക്കുന്നത് നോക്കുക. ഗാർഡ് സെല്ലുകളുടെ വീക്കം, അതായത് ഗാർഡ് സെല്ല് ടർജിഡ് ആകുന്നത് അവയുടെ വളഞ്ഞ ആകൃതി വികസിക്കുന്നതിനും സ്റ്റൊമാറ്റൽ സുഷിരത്തെ വലിച്ച് തുറക്കുന്നതിനും കാരണമാകുന്നു. അതായത് സ്റ്റൊമാറ്റയുടെ 2 ഗാർഡ് സെൽസിന് ഇവിടെ ഇങ്ങനൊരു കോൺവെക്സ് ആയിട്ടുള്ള പ്രതലവും ഇവിടെ ഒരു കോൺകേവ് ആയിട്ടുള്ള പ്രതലവും ഉണ്ട്. അപ്പോൾ ഈ കൂടുതൽ വളഞ്ഞ ആകൃതി എന്ന് പറയുന്നത് ഈ ഒരു കോൺകേവ് പ്രതലത്തിനെയാണ്. ഇന്നർ മെംബ്രെയിൻ അല്ല, ഇന്നർ സെൽ വോള് വളരെ തിക്കായിട്ടുള്ളൊരു വോളാണെന്ന് പറഞ്ഞല്ലോ. ആ വോളിനെ 2 വശത്തേക്കും വലിക്കാൻ കാരണമാകുന്നു. അങ്ങനെ 2 വശത്തേക്കും വലിക്കുന്ന സമയത്ത് ഈ ഒരു പോറ് ഓപ്പൺ ആവുന്നു. ഇത് പ്രകാശ സംശ്ലേഷണത്തിന് വാതക കൈമാറ്റം അനുവദിക്കുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു വിനിമയവും അതേപോലെ ഓക്സിജൻ, നീരാവി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു. നോക്കുക, ഈവനിങ് ടൈമിൽ ഇനി ഈ കഴിഞ്ഞ പ്രോസസ്സിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഡാർക്ക് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യണം, അതിലേക്ക് നയിക്കുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മേജറായിട്ട് അത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഷുഗർ കൺവേർട്ട് ബാക്ക് ടു സ്റ്റാർച്ചിലേക്ക് തന്നെ തിരിച്ച് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെന്താ ചെയ്യുന്നത്? ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴാണ് അവിടേക്ക് വെള്ളം ഇടിച്ച് കയറുകയൊക്കെ ചെയ്തത്. ഇനി ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്താവുന്നു? കുറഞ്ഞു പോകുന്നു. അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ വാട്ടർ ലോസ് ആവും. ആ കാര്യമാണ് ഇനി പറയേണ്ടത്. അങ്ങനെ വാട്ടർ ലോസ് ആയി കഴിയുമ്പോൾ ടർജിഡിറ്റി നഷ്ടപ്പെടുകയും സ്റ്റൊമാറ്റ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഷുഗർ കൺവേർട്ട് ബാക്ക് ടു സ്റ്റാർച്ച്. എങ്ങനെയാണ് അത് നടക്കുന്നത് നോക്കാം. പ്രകാശത്തിൻ്റെ അഭാവത്തിൽ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് ആ ഒരു എൻസൈമിനെ, അമൈലേസ് എൻസൈമിനെ ആക്റ്റീവ് ആക്കിയത്. അതിൽ സൺലൈറ്റിനൊക്കെ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ നൈറ്റ് ടൈം ആകുമ്പോൾ സൺലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ സൺലൈറ്റിൻ്റെയൊക്കെ ആബ്സെൻസിൽ എന്ത് സംഭവിക്കും? ആ എൻസൈമിനൊന്നും ആക്റ്റീവ് ആവാൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്ത് പ്രകാശ സംശ്ലേഷണം നിലയ്ക്കുന്നു. അപ്പം അങ്ങനെ പ്രകാശ സംശ്ലേഷണവും നിലയ്ക്കും, എൻസൈം കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഒക്കെ ഇനാക്റ്റീവ് ആയി പോവും. ഊർജ്ജ ഉൽപ്പാദനം കുറയുന്നു. ഗ്വാഡ് സെല്ലുകൾക്കുള്ളിലെ പഞ്ചസാരകൾ, അതായത് ഗ്ലൂക്കോസൊക്കെ, മാൾട്ടോസും ഗ്ലൂക്കോസും ഒക്കെ ഫോസ്ഫോറിലേസ് എൻസൈമുകൾ വഴി ക്രമേണ അന്നജമായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോറിലേസ് ആണ്. നേരത്തെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാൾട്ടോസും ഒക്കെ ആക്കി മാറ്റിയ എൻസൈം ഏതായിരുന്നു? അമൈലേസ് ആയിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോറിലേസ്. ഓർത്ത് വെക്കണേ. അപ്പോൾ ഫോസ്ഫോറിലേസ് എൻസൈം എന്ത് ചെയ്തു? ഈ ഒരു സിംപ്ലസ്റ്റ് ഷുഗേഴ്സിനെയൊക്കെ വീണ്ടും കൺവേർട്ട് ചെയ്ത് അന്നജമാക്കി മാറ്റി. അന്നജം എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ആക്കി മാറ്റി. അന്നജം ഒരു ഓസ്മോട്ടിക് നിഷ്ക്രിയ സംയുക്തമാണ്. അതായത് അത് ജലത്തെ ആകർഷിക്കുന്നില്ല, ജലത്തിൽ ലയിക്കുന്നില്ല. ജലത്തെ ആകർഷിക്കുന്നില്ല എന്ന് വെച്ചാൽ ജലത്തിനെ അട്രാക്ട് ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ ലയിക്കുന്നില്ല എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ലയിക്കാത്തൊരു പദാർത്ഥമാണിത് അന്നജം. സ്റ്റോറേജ് മോളിക്യൂൾ ആണല്ലോ. അപ്പോൾ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒരു ഇനേർട്ടായിട്ട് നിൽക്കുന്ന കോമ്പൗണ്ടാണ് അന്നജം. അപ്പോൾ അന്നജത്തിലേക്ക് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ അതാണ് നടന്നത്. ഇനി ഇവൻച്വലി അതിൻ്റെ ബാക്കിയായിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കുറയുന്നതിലേക്ക് ഇത് നയിക്കുന്നു. നോക്കുക, അന്നജം വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ, അപ്പോൾ ഇതുവരെയുള്ള സൊല്യൂട്ടുകളൊക്കെ ചെറിയ സാൾട്ടുകൾ, ഈ ഷുഗറും മാൾട്ടോസും ഒക്കെ എന്തായിരുന്നു? സിംപ്ലസ്റ്റ് ഷുഗേഴ്സ് ആയിരുന്നു, വെള്ളത്തിൽ ലയിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ സൊല്യൂട്ടുകളായിട്ട് ആ ഒരു സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഇൻസൊല്യൂബിൾ ഫോമിലേക്ക് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു ആ ഒരു സോൾവെൻറ്റിൻ്റെ കണ്ടീഷൻ മാറി തുടങ്ങി. സോൾവെൻറ്റിൻ്റെ കണ്ടീഷൻ മാറി തുടങ്ങി എന്ന് പറയുമ്പോൾ കുറേ സൊല്യൂട്ടുകൾ അതിൽ നിന്ന് പോയപ്പോൾ ഒരു ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഹൈപ്പോട്ടോണിക് സൊല്യൂഷനെ നമ്മൾ എന്താ പറയുക? അല്പഗാഢ ലായനി. അല്പഗാഢ ലായനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അല്പഗാഢ ലായനി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവും സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക? അല്പഗാഢ ലായനി എന്ന് പറയുക. അപ്പോൾ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഗ്വാഡ് സെൽസിൽ കൂടുതലായിട്ട് വരുന്ന സമയത്ത്
സബ്സിഡറി സെല്ലിൽ കുറവാണെങ്കിൽ സബ്സിഡറി സെല്ലിലേക്ക് വെള്ളം മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഗ്വാഡ് സെൽസിന് കിട്ടിയ ഒരു ടർജിഡിറ്റി മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് വായിച്ച് നോക്കാം. അന്നജം വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ ഗ്വാഡ് സെല്ലുകൾക്കുള്ളിലെ ലീനത്തിൻ്റെ സാന്ദ്രത കുറയുന്നു. ലീനത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഓസ്മോട്ടിക് ഗ്രേഡിയൻ്റ് കാരണം ഗ്വാഡ് സെല്ലുകളിൽ നിന്ന് ചുറ്റുമുള്ള എപ്പിഡെർമൽ സെല്ലുകളിലേക്ക് വെള്ളം നീങ്ങുന്നു. കാര്യം മനസ്സിലായല്ലോ? വെള്ളം അങ്ങനെ ഗ്രേഡിയൻറ്റിനനുസരിച്ചാണ് വെള്ളം പോവുക. അപ്പോൾ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഗ്വാഡ് സെല്ലിലാണ് ഇപ്പം നിലവിൽ കൂടുതലുള്ളത്. സബ്സിഡറി സെൽസിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സിഡറി സെൽസിലേക്ക് വെള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അത് സ്റ്റൊമാറ്റൽ ക്ലോഷറിലേക്ക് നീങ്ങുകയാണ്. വെള്ളം പുറത്തു കടക്കുമ്പോൾ ഗ്വാഡ് സെല്ലുകൾ ചുരുങ്ങുന്നു. വെള്ളം അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗ്വാഡ് സെല്ലിന് അന്നേരം കിട്ടിയ ഒരു പ്രഷർ ഉണ്ടായിരുന്നല്ലോ, നിറയെ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഗ്വാഡ് സെല്ല് നല്ല പ്രഷറിൽ വീർത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈറ്റ്നെസ് നഷ്ടപ്പെടാണ്. അതിങ്ങനെ ഫ്ലസ്സിഡ് ആയി പോവുക, ചുരുങ്ങി അല്ലെങ്കിൽ അയഞ്ഞ രീതിയിലേക്ക് മാറിപ്പോവാണ്. സ്റ്റൊമാറ്റൽ സുഷിരം അടയുന്നു. അങ്ങനെ ഫ്ലസ്സിഡായി മാറുന്ന സമയത്ത്, അതായത് സ്റ്റൊമാറ്റ അയഞ്ഞതായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഗ്വാഡ് സെൽസ് അയഞ്ഞതായിട്ട് മാറുന്ന സമയത്ത് സ്റ്റൊമാറ്റൽ സുഷിരം അടഞ്ഞു പോകുന്നു. അപ്പോൾ രാത്രിയിൽ ട്രാൻസ്പിരേഷൻ വഴിയുള്ള അമിതമായ ജലനഷ്ടം തടയുന്നു. അപ്പോൾ രാത്രിയിൽ ഇനി വെറുതെ ട്രാൻസ്പിരേഷനൊക്കെ നടത്തി വെറുതെ ജലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ രാത്രിയിൽ ഇതിപ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഇവൻറ്റ്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മോർണിംഗിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന കാര്യവും ഈവനിങ്ങിൽ ക്ലോസ് ചെയ്യുന്ന കാര്യവും പ്രോസസ്സുകൾ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലൈറ്റിൻ്റെ പ്രസൻസ് നോക്കുക. ലൈറ്റ് പ്രസൻ്റ് ആണ് മോർണിംഗിലെ ഇവൻറ്റ്സിൽ. ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, ഗ്ലൂക്കോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവനിങ്ങിലാവുമ്പോഴോ ആബ്സെൻ്റ് ആണ്, അപ്പോൾ നോ ഫോട്ടോസിന്തസിസ്. ഇനി സ്റ്റാർച്ചിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കുക. സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ പകൽ സമയത്ത് സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. നൈറ്റ് ടൈമിലോ സ്റ്റാർച്ചിൻ്റെ സ്റ്റോറേജ് ആണ് നടക്കുന്നത്. ഷുഗേഴ്സിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് സ്റ്റാർച്ചായിട്ട് സ്റ്റോറേജ് ആണ് നൈറ്റ് ടൈമിൽ നടക്കുന്നത്. ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കാര്യം നോക്കുക. ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് എവിടെ? ഗ്വാഡ് സെല്ലിൽ അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് വെള്ളം ഇടിച്ച് കയറുക. അപ്പോൾ ഗ്വാഡ് സെല്ലിൽ ധാരാളം ഓസ്മോട്ടിക് പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന അനുസരിച്ച് കൂടുതൽ വെള്ളം ഗ്വാഡ് സെല്ലിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ വെള്ളം കയറുമ്പോഴാണ് കൂടുതൽ ടർജിഡായിട്ട് ഇങ്ങനെ സ്റ്റൊമാറ്റൽ പോറ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി നൈറ്റ് ടൈമിലാണെങ്കിലോ ഡിക്രീസ് ചെയ്യുന്നു. ഓസ്മോട്ടിക് പ്രഷർ നൈറ്റ് ടൈമിൽ ഡിക്രീസ് ചെയ്യുന്നു. എവിടെ? ഗ്വാഡ് സെല്ലിൻ്റെ അകത്ത്. വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ എങ്ങനെയാണ്? ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള ഭാഗത്തേക്കാണ് വെള്ളം കയറുക. അപ്പോൾ വാട്ടർ എൻറ്റേഴ്സ് ടു ദ ഗ്വാഡ് സെൽസ്. ഈവനിങ് ടൈമിൽ ഗ്വാഡ് സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്കും പോകുന്നു. ടർഗർ പ്രഷറിൻ്റെ കാര്യമോ? നന്നായിട്ട് വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് ടർജിഡിറ്റി കൂടുതലായിരിക്കും, ഏറ്റവും ഒപ്റ്റിമം കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, സെൽസ് ബിക്കം ടർജിഡ്. ഓക്കെ ആണല്ലോ. ഇനി ഈവനിങ് ടൈമിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു, സെൽസ് ബിക്കം ഫ്ലസ്സിഡ്. അപ്പോൾ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്തുള്ള കണ്ടീഷനെയാണ് നമ്മൾ ടർജിഡ് എന്ന് പറയുക. വെള്ളമൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് ലൂസ് കണ്ടീഷനിലിരിക്കുന്നതിനാണ് ഫ്ലസ്സിഡ് കണ്ടീഷൻ എന്ന് പറയുക. ഇനി സ്റ്റൊമാറ്റോൻ്റെ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ടർജിഡായിട്ടിരിക്കുമ്പോൾ സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും. ഫ്ലസ്സിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമതൊരു പ്രിൻസിപ്പിളും കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ കാര്യം നോക്കാം. അതേതായിരുന്നു? തിയറി ഓഫ് K+ അയൺ ട്രാൻസ്പോർട്ട് ആൻഡ് ഹോർമോണൽ റെഗുലേഷൻ. ഇങ്ങനൊരു തിയറി കൂടി ഉണ്ട് സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെന്താ നോക്കാം. ലെവിറ്റ് ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ലെവിറ്റ് എന്നുള്ള സയൻറ്റിസ്റ്റ് 1974 ഇങ്ങനൊരു തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച സ്റ്റാർച്ച് ഷുഗർ ഇൻ്റർ കൺവേർഷൻ തിയറിക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് പിന്നെ പുട്ട് ഫോർത്ത് ചെയ്തൊരു തിയറിയാണ് ഈ ഒരു തിയറി. അപ്പോൾ ലെവിറ്റ് നിർദ്ദേശിച്ച പൊട്ടാസ്യം അയോൺ ഗതാഗത സിദ്ധാന്തം ഗാഡ് സെല്ലുകളിലേക്കും പുറത്തേക്കുമുള്ള K+ അയോണുകളുടെ സജീവ ചലനത്തെ അടിസ്ഥാനമാക്കി സ്റ്റൊമാറ്റ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമുള്ള സംവിധാനമാണ് വിശദീകരിക്കുന്നത്. അതായത് K+ അയോൺസ്, ഈ K+ അയോൺസ് ഉണ്ടല്ലോ, K+ അയോൺസിന് സ്റ്റൊമാറ്റ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അയോണാണ് ഈ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയുന്ന ഒരു തിയറിയാണ് ഈ ഒരു തിയറി. അപ്പോൾ ഇതിൽ അന്നജം പഞ്ചസാര സിദ്ധാന്തത്തെക്കാൾ ഈ സിദ്ധാന്തം പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിയറിയാണ് കുറച്ചും കൂടിയും സയൻറ്റിഫിക് വേൾഡ് അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു തിയറി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തിയറിക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതായത്
സ്റ്റാർച്ച് ഷുഗർ ഇൻറ്റർ കൺവേർഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആണ്. അപ്പോൾ അത്രയും സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ സ്റ്റൊമാറ്റോ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് അത്രയും സ്ലോ ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരിക്കണം. പക്ഷേ അങ്ങനെയല്ല, മോണോകോട്ടിലൊക്കെ വളരെ റാപ്പിഡ് മൂവ്മെൻ്റ് ആണ് സ്റ്റൊമാറ്റോ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആണ്. അപ്പോൾ സ്റ്റൊമാറ്റോൻ്റെ മെക്കാനിസം വളരെ ഫാസ്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു മാച്ച് ഇല്ലാത്തതുകൊണ്ട് അതൊരു പോരായ്മയാണ്. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു പോരായ്മയായിട്ട് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഓപ്പൺഡ് ആയിട്ടിരിക്കുന്ന സ്റ്റൊമാറ്റോയിൽ ഷുഗറിൻ്റെയൊക്കെ പ്രസൻസ് കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മളുടെ പരീക്ഷണങ്ങളുടെയൊക്കെ ഫലമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റൊമാറ്റോയിൽ ഇങ്ങനെ സ്റ്റാർച്ചോ ഷുഗറിൻ്റെ ഒന്നും പ്രസൻസ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ള സെൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ സ്റ്റാർച്ചോ ഷുഗറോ ഒന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ CAM പ്ലാന്റ്സ് ഉണ്ട്, അതായത് ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം കാണിക്കുന്ന പ്ലാന്റ്സ്. അത്തരം പ്ലാന്റ്സിലൊക്കെ സ്റ്റൊമാറ്റോ പകൽ സമയത്ത് അടഞ്ഞിരിക്കുന്നു, രാത്രി സമയത്ത് തുറന്നിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന മെക്കാനിസം നമ്മൾ ഈ ഷുഗർ ഇൻറ്റർ കൺവേർഷൻ തിയറിയിൽ പറയുന്ന മെക്കാനിസമായിട്ട് മാച്ച് ആവുന്നില്ല. പിന്നെ പറയുന്നത് ബ്ലൂ ലൈറ്റിൻ്റെ ഇഫക്റ്റ്, സ്റ്റൊമാറ്റോ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിൽ ബ്ലൂ ലൈറ്റിൻ്റെ ഇഫക്റ്റ് പറയുന്നു. ആ ഒരു കാര്യമൊന്നും നമുക്ക് ഈ ഒരു പ്രിമിറ്റീവ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം പോരായ്മകൾ സ്റ്റാർച്ച് ഷുഗർ ഇൻറ്റർ കൺവേർഷൻ ഹൈപ്പോത്തീസിസിനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറി ആര് പ്രപ്പോസ് ചെയ്തത്? ലെവിറ്റ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഡേ ടൈമിൽ K+ ഇൻഫ്ലക്സ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു K+ അയോണാണ് ഈ സ്റ്റൊമാറ്റോയുടെ മൂവ്മെൻറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പോൾ പകൽ സമയത്ത് K+ൻ്റെ ഇൻഫ്ലക്സ് ആണ് പ്രധാനമായിട്ട് നടക്കുന്നതാണ് പറയുന്നത്. K+ൻ്റെ ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗ്വാഡ് സെൽസിൻ്റെ അകത്തേക്ക് K+ കയറുന്നതിനെയാണ് K+ൻ്റെ ഇൻഫ്ലക്സ് എന്ന് പറയുന്നത്. നോക്കാം, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുക? ലൈറ്റ് ആക്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് PEP എന്ന് പറയുമ്പോൾ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാവൽ കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്വാഡ് സെൽസ് ആണ്. ഗ്വാഡ് സെൽസിൽ എന്ത് സംഭവിക്കുന്നു? ധാരാളമായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അങ്ങനെ സംഭരിച്ച സ്റ്റാർച്ചിൽ നിന്ന് PEP ഉണ്ടാകുന്നു. അപ്പോൾ സ്റ്റോർഡ് സ്റ്റാർച്ചിൽ നിന്ന് PEP ഉണ്ടാകുന്നു. PEP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നുള്ള എൻസൈം ആക്ടിവേറ്റ് ആവും. അപ്പോൾ അത് pHൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനെ ആക്ടിവേറ്റ് ആകുന്നത്. സൺലൈറ്റിൻ്റെ ഒക്കെ ഇഫക്റ്റ് കൊണ്ടാണ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ പലതരം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നുള്ള എൻസൈം ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് സ്റ്റാർച്ചിൽ നിന്ന് PEP പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സ്റ്റാർച്ചിൽ നിന്ന് PEP പ്രൊഡ്യൂസ് ചെയ്തു. ഈ PEP കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറും. ഈ PEP കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറും. PEP എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള PEPയും ഒരു സിംഗിൾ കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് ആണ് മാറുന്നത്. ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് കൺവേർട്ട് ചെയ്തിട്ട് മാലിക് ആസിഡായിട്ട് മാറും. ഈ മാലിക് ആസിഡ് പിന്നെ ഡിസോസിയേറ്റ് ചെയ്ത് മാലേറ്റ് ആനയോണും ഒരു H+ അയോണും ആയിട്ട് മാറും. ഈ H+ അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺ അല്ലേ? ഒരു പ്രോട്ടോണും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മാലേറ്റ് ആനിയോണും ഒരു പ്രോട്ടോണും ക്രിയേറ്റ് ചെയ്യുന്നു. എവിടെ നിന്നാണ്? മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്തതാണ്. ഇത് സബ്സിഡറി കോശത്തിലെ K+ അയോണുകളുമായി കൈമാറ്റം നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതിപ്പോൾ? നമ്മുടെ സ്റ്റൊമാറ്റോൻ്റെ അകത്ത് എന്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്? PEP ഉണ്ടായി. PEP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡായി. ഓക്സാലോ അസറ്റിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് മാലിക് ആസിഡായി. മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് മാലേറ്റ് ആനയോൺസും പ്രോട്ടോൺസും ഉണ്ടായി. എവിടെ? ഗ്വാഡ് സെല്ലിൻ്റെ അകത്ത്. ഈ ഗ്വാഡ് സെല്ലിൻ്റെ അകത്ത് അപ്പോൾ പ്രോട്ടോൺസ് ധാരാളം അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം സബ്സിഡറി സെല്ല്, ഈ പുറത്തുള്ള സബ്സിഡറി സെല്ലുകളുണ്ടല്ലോ, സബ്സിഡറി സെല്ലുകളിൽ K+ അയോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. K+ അയോൺസ് ധാരാളം ഉണ്ടായിരിക്കും. ഇനി ഈ K+ അയോൺസിൻ്റെയും H+ൻ്റെയും ഇൻറ്റർ കൺവേർഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. കൈമാറ്റാണ് സംഭവിക്കാൻ പോകുന്നത്. K+ അകത്തേക്കും കയറും, H+ പുറത്തേക്കും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. K+ അയോണിൻ്റെ അപ്ടേക്ക്. H+ അയോണുകളുടെ നീക്കം ഗാർഡ് സെല്ലുകൾക്കുള്ളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഗാർഡ് സെല്ലിൻ്റെ അകത്ത് കുറേ H+ അയോണുകൾ അക്യുമുലേറ്റ് ചെയ്തു. ഈ H+ അയോണുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അതായത് സ്റ്റൊമാറ്റോയുടെ
ഗ്വാഡ് സെല്ലിൻ്റെ പുറത്തേക്ക് ആരിറങ്ങി? H+ അയോൺസ് ഒക്കെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്തു, സബ്സിഡറി സെല്ലിലേക്ക് ഇറങ്ങി. ഇവിടെ പുറത്തിരിക്കുന്നതൊക്കെ സബ്സിഡറി സെല്ലാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് എന്താ ഇനി സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? നെഗറ്റീവ് ചാർജ് ഈ ഗ്വാഡ് സെല്ലിൻ്റെ അകത്തൊരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാര്യം ഒരു പോസിറ്റീവ് ചാർജ് ആണല്ലോ പുറത്തേക്ക് പോയത്, ഒരു പ്രോട്ടോൺ ആണല്ലോ പുറത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ഗ്വാഡ് സെല്ലിൻ്റെ അകത്തൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. ഈ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് K+ അയോൺസ് സബ്സിഡറി സെല്ലിൽ നിന്ന് ഗ്വാഡ് സെല്ലിലേക്ക് കയറുന്നത്. അപ്പോൾ നോക്കുക, ഈ നെഗറ്റീവ് ചാർജ് K+ അയോണുകളുടെ അടുത്തുള്ള സെല്ലുകളിൽ നിന്ന് ഗ്വാഡ് സെല്ലിലേക്ക് ആകർഷിക്കുന്നു. ചാർജിനെ സന്തുലിതമാക്കാൻ Cl- അയോണുകളും പ്രവേശിക്കുന്നു. അപ്പോൾ ഈ K+ൻ്റെ കൂടെ വേറൊരു അയോൺസും കൂടി കയറുന്നുണ്ട്, അതാണ് Cl-. Cl- ആ ഒരു ചാർജിനെ ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു pHനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എവിടെ? ഗ്വാഡ് സെല്ലിൻ്റെ അകത്ത്. ആ ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി K+ഉം Cl- ഗ്വാഡ് സെല്ലിൻ്റെ അകത്തേക്ക് എൻ്ററായി. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്താ നോക്കാം. ഗ്വാഡ് സെല്ലുകൾക്കുള്ളിൽ K+, Cl- ആൻഡ് മാലേറ്റ് അയോണുകൾ. അപ്പോൾ നേരത്തെ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ ഒരു മാലേറ്റ് ആനിയോൺ ഉണ്ടായി, അതും എവിടെയുണ്ട്? ഗ്വാഡ് സെല്ലിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മാലേറ്റ് അയോണുകളുടെ ശേഖരണം അവയുടെ വാട്ടർ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയും സൊല്യൂട്ടുകളെല്ലാം അവിടെയുള്ള ആ വെള്ളത്തിലാണുള്ളത് അല്ലേ. അതായത് വെള്ളം എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഒരു സോൾവെൻറ്റ് എവിടെ? ഗ്വാഡ് സെല്ലിൻ്റെ അകത്തുള്ള ഒരു സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവാൻ ഇത്രയും അയോൺസിൻ്റെയൊക്കെ സാന്നിധ്യം കാരണമാകുന്നു. അപ്പോഴോ അടുത്തുള്ള കോശങ്ങളിൽ നിന്നുള്ള വെള്ളം ഓസ്മോസിസ് വഴി ഗ്വാഡ് സെല്ലുകളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ കോൺസെൻട്രേഷൻ കുറയുന്നത് വരെ വെള്ളം പുറത്തു നിന്ന് അകത്തേക്ക് വരുമല്ലോ, എൻഡോസ്മോസിസ് വഴി. അപ്പോൾ ഇവിടെ എൻഡോസ്മോസിസ് നടക്കും. എൻഡോസ്മോസിസ് വഴി എന്ത് നടക്കുന്നുണ്ട്? പുറത്തുള്ള സബ്സിഡറി സെൽസിലും എപ്പിഡെർമൽ സെൽസിൽ നിന്നൊക്കെയുള്ള വെള്ളം എങ്ങോട്ടേക്ക് കയറുന്നു? ഗ്വാഡ് സെല്ലിലേക്ക് കയറുന്നു. അപ്പോൾ എന്താ പറ്റുക? ഗ്വാഡ് സെൽ എക്സ്പാൻഷൻ, സ്റ്റൊമാറ്റ ഓപ്പണിംഗ് നടക്കും. നോക്കാം, വെള്ളം പ്രവേശിക്കുമ്പോൾ ഗ്വാഡ് സെല്ലുകളിൽ ടർഗർ മർദ്ദം വർദ്ധിക്കുന്നു. ഗ്വാഡ് സെല്ലുകൾ വീർക്കുകയും പുറത്തേക്ക് വളയുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീർത്ത് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് സ്റ്റൊമാറ്റൽ പോർ വികസിക്കുന്നു. ഇത് സ്റ്റൊമാറ്റ തുറക്കാൻ കാരണമാകുന്നു. അങ്ങനെ സ്റ്റൊമാറ്റ തുറന്നു കഴിഞ്ഞാലോ വാതക വിനിമയവും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാൻസ്പിറേഷനും എല്ലാം സുഖമായിട്ട് നടക്കുന്നു. നോക്കാം, ഇനി നൈറ്റ് ടൈം ആകുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസിങ് എങ്ങനെയാണ്, അതായത് പൊട്ടാസ്യത്തിൻ്റെ എഫ്ലക്സ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഡാർക്ക്നെസ്സിൽ ഹോർമോണൽ സിഗ്നൽസ് നടക്കും. കുറച്ച് ഹോർമോണൽ സിഗ്നൽസ് നടക്കും. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രകാശത്തിൻ്റെ അഭാവത്തിൽ അതായത് നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ഫോട്ടോസിന്തസിസ് ആബ്സെൻ്റ് ആണ്. കോശശ്വസനമാണ് നടക്കുന്നത്. കോശശ്വസനം ഇങ്ങനെ നടക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ്ഡപ്പായി പോകുന്നില്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കാർബോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പോൾ കാർബോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡാണ്. അസിഡിറ്റി കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? pH കുറയുന്നു. മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അസിഡിറ്റി കൂടുക എന്ന് പറയുമ്പോൾ pH കുറഞ്ഞു വരുന്നു. അങ്ങനെ pH കുറഞ്ഞു വരുമ്പോൾ pHും കുറഞ്ഞു വരുന്നു, അതിൻ്റെ കൂടെ വാട്ടറും കുറഞ്ഞു വരുന്നു. ഈ പ്ലാന്റിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. പ്ലാന്റിൻ്റെ സെൽസിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? pH കുറഞ്ഞു വരും. ഗ്വാഡ് സെല്ലിൻ്റെ അകത്ത് കേട്ടോ. pHും കുറഞ്ഞു വരും, വെള്ളവും കുറഞ്ഞു വരും. വെള്ളം എങ്ങനെയാണ് കുറഞ്ഞു വരിക? നൈറ്റ് ടൈമിൽ റൂട്ട് വഴിയുള്ള അബ്സോർപ്ഷനൊക്കെ റേറ്റ് കുറവാണ്, വളരെ പതിയെ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. അങ്ങനെ വെള്ളവും കുറവാണ്, pH ഒക്കെ കുറയുന്ന ആ ഒരു സമയത്ത് പ്ലാന്റിനൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്, ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് അവിടെ. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് ആക്റ്റീവ് ആവുന്നു. നോക്കുക, ഇറ്റ് ആക്ടിവേറ്റ്സ് അബ്സിസിക് ആസിഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അബ്സിസിക് ആസിഡ് ആക്ടിവേറ്റ് ആവുന്നു. പിന്നെ അബ്സിസിക് ആസിഡിൻ്റെ ആക്ടിവിറ്റിയാണ് നടക്കാൻ പോകുന്നത്. അബ്സിസിക് ആസിഡിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനാണ് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അബ്സിസിക് ആസിഡ് സ്റ്റൊമാറ്റ അടയ്ക്കുന്നതിന് കാരണമാകുന്നു. ഇത് ടർഗർ സെല്ലിൻ്റെ ഇത് ഗ്വാഡ് സെല്ലിൻ്റെ പെർമിയബിലിറ്റിയിൽ മാറ്റം വരുത്തുന്നു. ഗ്വാഡ് സെല്ലിന് ഇത്രയും നേരം എങ്ങനെയുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നു? K+ അയോൺസിനെ അകത്തേക്ക് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. H+നെയൊക്കെ പുറത്തേക്ക് തള്ളി വിട്ടിട്ട് K+നെ അകത്തേക്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആര് കാണിച്ചിട്ടുണ്ടായിരുന്നു? ഈ ഒരു ഗ്വാഡ് സെല്ലിൻ്റെ
മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ അബ്സിസിക് ആസിഡിന് സാധിക്കും. അബ്സിസിക് ആസിഡിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ആ പെർമിയബിലിറ്റിയിൽ വ്യത്യാസം വരും. പെർമിയബിലിറ്റിയിൽ വ്യത്യാസം വരിക എന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കലും K+ അയോൺസിന് ഈ കോശത്തിലേക്ക് കയറാൻ പറ്റില്ല. ഉള്ളിലുള്ള K+ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു. K+ ഇൻഫ്ലക്സ് തടയുന്നു, K+ പുറന്തള്ളുന്നു. K+ ഇൻഫ്ലക്സ് ഉള്ളിലേക്ക് കയറുന്നത് മുഴുവനായിട്ടും തടയുന്നു, പക്ഷേ പുറത്തേക്ക് ഒഴുകാൻ സാധിക്കും. അപ്പോൾ K+ അതിൻ്റെ അകത്തുള്ള K+ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും? ഗോഡ് സെല്ലിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള അയണിക് കോൺസെൻട്രേഷൻ കുറയാൻ കാരണമാകുന്നു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? ഈ ഓസ്മോട്ടിക് പ്രഷർ കുറയാൻ വേണ്ടി കാരണമാകുന്നു. ഓസ്മോട്ടിക് പ്രഷർ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വെള്ളം ഇടിച്ച് കയറി വരിക. അങ്ങനെ ഇടിച്ച് കയറി വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ടർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങുന്നു. നോക്കാം, K+, Cl- എന്നിവയുടെ നഷ്ടം, അതൊക്കെ സ്റ്റൊമാറ്റോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിവയുടെ നഷ്ടം ഗോഡ് സെല്ലുകളിൽ ജലത്തെ അല്പഗാഢലായനിയാക്കി മാറ്റുന്നു. അല്പഗാഢലായനി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആക്കുന്നു. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവും സോൾവെൻറ്റ് കൂടുതലുമാണ്. അപ്പോൾ സോൾവെൻറ്റ് കൂടുതലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് സോൾവെൻറ്റ് പോകും, അതായത് വാട്ടർ പോകും. അപ്പോൾ സ്റ്റൊമാറ്റോയിൽ നിന്ന് പുറത്തേക്കാണ് വെള്ളം പോവുക. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഓസ്മോസിസ് വഴി വെള്ളം ഗ്വാഡ് സെല്ലുകളിൽ നിന്ന് പുറത്ത് കടക്കുന്നു. എന്താണ്? തൽഫലമായി ഓസ്മോസിസ് വഴി വെള്ളം ഗ്വാഡ് സെല്ലുകളിൽ നിന്ന് പുറത്തു കടക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നാലാമത്തെ സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ് നോക്കാം. ഗ്വാഡ് സെൽ കൊലാപ്സ് ആൻഡ് സ്റ്റൊമാറ്റൽ ക്ലോഷർ. അപ്പോൾ ഫൈനലി സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യുന്ന കാര്യം കൂടി നോക്കാം. ഗ്വാഡ് സെല്ലുകൾക്ക് ടർഗർ മർദ്ദം നഷ്ടപ്പെടുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ്ലി ഫ്ലസിഡായി പോകുന്നു. കംപ്ലീറ്റ്ലി ഫ്ലസിഡായ ഇങ്ങനെ വശങ്ങളിലേക്ക് വലിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി, ആ ഒരു പ്രഷർ നഷ്ടപ്പെടുന്നു. അതിങ്ങനെ അയഞ്ഞു പോകുന്നു. അപ്പോൾ കോശങ്ങൾ അടുത്തു പോകുന്നു, സ്റ്റൊമാറ്റോ അടയുന്നു. ഇത് സ്റ്റൊമാറ്റൽ സുഷിരം അടയ്ക്കുന്നു. ട്രാൻസ്പിരേഷൻ വഴിയുള്ള ജലനഷ്ടം തടയുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ഹോർമോൺസ് ഇൻ സ്റ്റൊമാറ്റൽ റെഗുലേഷൻ. അതായത് പ്ലാന്റിൽ സ്റ്റൊമാറ്റോയുടെ മൂവ്മെൻറ്റ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മെക്കാനിസം എന്നുള്ള പാർട്ട് HSCനെ സംബന്ധിച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ പറ്റുന്നവർ അതും കൂടി നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഹോർമോൺസ് ഏതൊക്കെയാണ്. അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമുക്ക് അറിയാലോ, ഒരു സ്ട്രെസ് ഹോർമോണാണ്. സ്റ്റൊമാറ്റോയൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് സൂക്ഷിക്കുന്ന ആളാണ്. ട്രാൻസ്പിരേഷൻ വഴി വെള്ളം നഷ്ടമൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റോ ക്ലോസസ് എന്നുള്ളതാണ് അബ്സിസിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ. ഇൻഹിബിറ്റ്സ് K+ അപ്ടേക്ക്, പ്രൊമോട്ട്സ് K+ എഫ്ലക്സ്. മെക്കാനിസത്തിലേക്ക് നമ്മൾ ഇപ്പോൾ അത്ര ഫോക്കസ് ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു കാര്യം മാത്രം നോക്കാം. രണ്ടാമത്തത് സൈറ്റോകൈനിൻസ്. സൈറ്റോകൈനിൻസ് എന്താ ചെയ്യുക? ഓപ്പൺ സ്റ്റൊമാറ്റ. ഗിബറിലിൻസ് എന്താ ചെയ്യുന്നത്? ഓപ്പൺ സ്റ്റൊമാറ്റ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ആക്ടിവിറ്റി കൊണ്ടാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നത്. നോക്കി വെക്കുക, സൈറ്റോകൈനിനും ഗിബറിലിനും എന്താ ചെയ്യുന്നത്? സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിൻ എന്താ ചെയ്യുന്നത്? പ്രൊമോട്ട്സ് ഓപ്പണിംഗ്. അപ്പോൾ സൈറ്റോകൈനിൻ്റെയും ഗിബറിലിൻ്റെയും കൂടി ആക്ടിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഓക്സിൻ. അപ്പോൾ ഓപ്പണിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ഒറ്റയടിക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് മൂന്നും പറയാൻ പറ്റും, സൈറ്റോകൈനിൻ, ഗിബറിലിൻ, ഓക്സിൻ. പക്ഷേ മേജറായിട്ട് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈറ്റോകൈനിനും ഗിബറിലിനുമാണ്. ഈ സൈറ്റോകൈനിനെയും ഗിബറിലിനെയും ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഓക്സിൻ. അതേപോലെ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന എൻസൈമാണ് അബ്സിസിക് ആസിഡ്. ഫങ്ഷൻസും കൂടി അല്ലെങ്കിൽ മെക്കാനിസംസും കൂടി ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കാം സമ്മറി ഓഫ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അതിൽ മേജർ പ്രോസസ്സുകൾ ഓപ്പണിംഗ് ടൈമിൽ നടക്കുന്ന കാര്യം, ക്ലോസിംഗ് ടൈമിൽ നടക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. പ്രോട്ടോൺ പമ്പിൻ്റെ കാര്യം, H+ATPase. ഈ പമ്പിൻ്റെ, അതായത് ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്. ഏതൊക്കെ പ്രോട്ടീൻ ആണെന്നൊക്കെയുള്ള രീതിയിൽ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. നോക്കാം നമുക്ക്. പ്രോട്ടോൺ പമ്പ്, അതായത് H+ATPase ആക്ടിവേറ്റഡ് ആണ് ഡേ ടൈമിൽ.
അതായത് ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ATP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് H+ATPase പമ്പ് ആക്ടിവേറ്റഡ് ആണ്. നൈറ്റ് ടൈമിൽ ഡീആക്ടിവേറ്റഡ് ആണ്. രണ്ടാമത്തെ നോക്കുക, K+ അയോൺ മൂവ്മെൻറ്റ്. K+ അയോൺ മൂവ്മെൻറ്റ് എൻറ്റേഴ്സ് ഗ്വാഡ് സെൽസ്. ഓപ്പണിങ്ങിൻ്റെ സമയത്ത് എൻറ്റേഴ്സ് ഗ്വാഡ് സെൽസ് ആണ്. ക്ലോസിങ്ങിൻ്റെ സമയത്തോ ലീവ്സ് ഗ്വാഡ് സെൽസ്. ഇത് K+ അയോൺസ് ക്ലോസിങ്ങിൻ്റെ സമയത്ത് ഗ്വാഡ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഗ്വാഡ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ആണെങ്കിലോ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് വെള്ളം എവിടേക്ക് കയറുക, സ്റ്റൊമാറ്റിൻ്റെ അകത്തേക്ക് ഗ്വാഡ് സെൽസിലേക്ക് കയറുന്നു. ക്ലോസിങ്ങിൻ്റെ സമയത്തോ ലീവ്സ് ഗ്വാഡ് സെൽസ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഈ ടെർഗർ പ്രഷറിൻ്റെ കാര്യമോ ഡേ ടൈമിൽ ടെർഗർ പ്രഷർ കൂടുതലായിരിക്കും, നൈറ്റ് ടൈമിൽ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. മുന്നോട്ട് പോവാം. നമ്മളിനി ക്വസ്റ്റ്യൻസ് കാണുകയാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. 2016 HSA ക്വസ്റ്റ്യൻ ആണ്, എക്സാമിലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കുക, ഇലകളിൽ സസ്യസ്വേദനം നടക്കുന്നത്, ഇലകളിൽ സസ്യസ്വേദനം നടക്കുന്നത് ഏത് അവയവത്തിൻ്റെ സഹായത്തിലൂടെയാണ്? ഓപ്ഷൻസ് നോക്കുക. എ ഓപ്ഷൻ മീസോഫിൽ വഴി, ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ വഴി, ഓപ്ഷൻ സി ഹൈഡത്തോട് വഴി, ഓപ്ഷൻ ഡി ക്യൂട്ടിക്കിൾ വഴി. അപ്പോൾ സസ്യസ്വേദനം നടക്കുന്നത് ഏതു വഴിയെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്പിരേഷൻ 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരുന്നു? ഫോളിയാർ ട്രാൻസ്പിരേഷൻ, ക്യൂട്ടിക്കുലാർ ട്രാൻസ്പിരേഷൻ, പിന്നെ ലെൻഡിക്കുലാർ ട്രാൻസ്പിരേഷൻ. അപ്പോൾ ഇത്രയും 3 മേജർ ടൈപ്സിലാണ് നമുക്ക് ട്രാൻസ്പിരേഷനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഉത്തരങ്ങളിൽ ആസ്യരന്ധ്രങ്ങൾ വഴി എന്നുള്ളതും ക്യൂട്ടിക്കിൾ വഴി എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇലകളിൽ നടക്കുന്ന സസ്യസ്വേദനം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ, ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ആണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായത്, കൂട്ടത്തിൽ ചിലപ്പോൾ 2-3 എണ്ണം ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴി എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഇനി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. താഴെ പറയുന്നവയിൽ ഏതിലാണ് പഴത്തിൽ, അതായത് അതിൻ്റെ ഫ്രൂട്ടിൽ, പഴത്തിൽ എന്ന് പറയുമ്പോൾ ഫ്രൂട്ടിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കണേ, അതിൻ്റെ ഫ്രൂട്ടിൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്, ഫ്രൂട്ടിൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് ഏതിലാണ്? നോക്കുക, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, എഫിഡ്ര ആൻഡ് സെന്ന. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ക്ലാസ്സിൽ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഗ്രാമ്പൂവിൽ എവിടെയാണ് കാണുന്നത്? ഫ്ലവർ ബഡിലാണ് കാണുന്നത്. പെരിഞ്ജീരകത്തിൽ ഫ്രൂട്ടിലാണ്, എഫിഡ്രയിൽ അതിൻ്റെ സ്റ്റെമ്മിലാണ് സ്റ്റൊമാറ്റ കാണുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആൻസർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൽ, ഫെന്നലിലാണ് ഫ്രൂട്ടിൽ സ്റ്റൊമാറ്റ കാണുന്നത്. അടുത്തൊരു ചോദ്യം, അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയുടെ പ്രധാന സവിശേഷത എന്താണ്? അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ. നോക്കുക, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ള സെല്ലുകൾക്ക് ക്രമരഹിതമായ ആകൃതികളും വലിപ്പങ്ങളുമായിരിക്കും. ഓപ്ഷൻ ബി, ഗോഡ് സെല്ലുകൾക്ക് ചുറ്റും 3 അസമ വലിപ്പത്തിലുള്ള സെല്ലുകളായിരിക്കും. ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ള 2 സെല്ലുകൾ പാരലൽ ഘടനയിലാണ്. ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ള 2 സെല്ലുകൾ ലംബമായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഓരോന്നും ഏത് ടൈപ്പാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എങ്ങനെയാണ്? ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ള 2 സെല്ലുകൾ ലംബമായിട്ട് കാണുന്നത് ഡയാസൈറ്റിക് ആണല്ലേ, ഡയാസൈറ്റിക് ആണ്. ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ളത് പാരലൽ ഘടനയിൽ കാണുന്നത് ഏത് ടൈപ്പാ? പാരാസൈറ്റിക്. ഇനി ഗോഡ് സെല്ലുകൾക്ക് ചുറ്റും 3 അസമ വലിപ്പത്തിലുള്ളത്, നമ്മുടെ ക്രൂസിഫറേസിയെ അതിലൊക്കെ കാണുന്ന ഏത് രീതിയിലായിരുന്നത്? അനൈസോസൈറ്റിക് അല്ലേ, അനൈസോസൈറ്റിക്. അനൈസോസൈറ്റിക് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എയിൽ എന്താ? അനോമോസൈറ്റിക്കായി ചോദിച്ചിരിക്കുന്നത്. അനോമോസൈറ്റിക് എങ്ങനെയാണ്? ഗോഡ് സെല്ലുകൾക്ക് ചുറ്റുമുള്ള സെല്ലുകൾക്ക് ക്രമരഹിതമായ ആകൃതികളും വലിപ്പങ്ങളും, ഇറഗുലർ ടൈപ്പിൽ സബ്സിഡറി സെൽസ് കാണുന്ന ടൈപ്പാണ് അനോമോസൈറ്റിക്. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റയുള്ള ഒരു കുടുംബം? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അനൈസോസൈറ്റിക് കാണുന്നത് സൊളനേസിയ ഒരു എക്സാമ്പിളാണ് അല്ലേ. സൊളനേസിയയിലുണ്ട്, അതുപോലെ ക്രൂസിഫറയിലൊക്കെ ഉണ്ട്. ഏത് ടൈപ്പ്? അനൈസോസൈറ്റിക് ആയിട്ടുള്ള സ്റ്റൊമാറ്റ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ സൊളനേസിയാണ്, റൂബിയേസിയ ഫാബേസിയ ഒന്നുമല്ല. ഓപ്ഷൻസ് ഏതാണ് മാച്ചായിട്ട് വരിക? സൊളനേസിയാണ്. ആൻസർ സൊളനേസിയെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം കാണാം.
സ്റ്റൊമാറ്റയുടെ തുറക്കലും അടയ്ക്കലും നിയന്ത്രിക്കുന്ന പ്രധാന അയോണുകൾ ഏതാണ്? നമ്മൾ കുറേ തവണ പറഞ്ഞു, രണ്ടാമത്തെ ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ രണ്ടാമത്തെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് അയോണിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്? K+ൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കുക. സ്റ്റൊമാറ്റയുടെ തുറക്കലിൽ പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാണ്? പ്രധാനപ്പെട്ട ഹോർമോൺ, ഇങ്ങനൊരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 ഹോർമോൺസ് തുറക്കാൻ വേണ്ടി ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, ഒരു ഹോർമോൺ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ സൈറ്റോകൈനും ഗിബറിലിനുമാണ് സ്റ്റൊമാറ്റ ഓപ്പണിങ്ങിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഓക്സിൻ. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ബി ആൻഡ് സി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാണുന്നുണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം കാണാം. പ്രകാശത്തിൽ, അതായത് പകൽ സമയത്ത് സ്റ്റൊമാറ്റ തുറക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? പ്രധാനമായിട്ട് ഈ പകൽ സമയത്ത് ഇത് തുറക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് ഫാക്ടറാണെന്ന് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഗോഡ് സെല്ലുകൾക്കുള്ളിൽ K+ അയോണുകളുടെ സംഭരണം. ഓപ്ഷൻ ബി, ജലത്തിൻ്റെ പുറന്തള്ളൽ. ഓപ്ഷൻ സി, സ്റ്റൊമാറ്റൽ പോറിൻ്റെ തുറക്കൽ. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിലാവും. ഗോഡ് സെല്ലുകൾക്കുള്ളിൽ K+ അയോണുകളുടെ സംഭരണം. K+ അയോണുകൾ അതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഒരു ഗ്രേഡിയൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നു, വെള്ളം അങ്ങോട്ട് ഇടിച്ച് കയറുന്നു, ആ സമയത്ത് ടർജിഡിറ്റി കൂടുന്നു, സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇരുട്ടിൽ, അതായത് രാത്രിയിൽ സ്റ്റൊമാറ്റ അടയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഗോഡ് സെല്ലുകളിൽ നിന്ന് K+ അയണുകൾ പുറത്തേക്ക് പോകുന്നത്. ഓപ്ഷൻ ബി, ജലത്തിൻ്റെ പ്രവേശനം എന്തിനാ കാരണമാവുക? സ്റ്റൊമാറ്റ തുറക്കാനാണ്. അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ വേഗം എലിമിനേറ്റ് ചെയ്യാം നമുക്ക്. ഗോഡ് സെല്ലുകൾക്ക് കൂടുതൽ ടർജിഡിറ്റി ലഭിക്കുന്നത്, കൂടുതൽ ടർജിഡിറ്റി ലഭിച്ചാൽ എന്താ പറ്റുക? ഓപ്പണിംഗ് ആ ചെയ്യുക, അല്ലാതെ ക്ലോസിംഗ് അല്ല. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതെന്നുള്ളതിന് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ തുറന്നിരിക്കുമ്പോഴാണ് പുറത്തേക്ക് പോകുക. അത് വെറുതെ അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഏതാണ് ആൻസർ? ഗോഡ് സെല്ലുകളിൽ നിന്ന് K+ അയണുകൾ പുറത്തേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ആൻസർ. അടുത്ത ചോദ്യം, സ്റ്റൊമാറ്റ അടയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? സിമ്പിളല്ലേ? സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് ആണ് സ്റ്റൊമാറ്റ അടയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഗിബറലിൻ, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ്, ഓക്സിൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? അബ്സിസിക് ആസിഡ്. അടുത്ത ചോദ്യം, ഗോഡ് സെല്ലുകൾ വീർക്കുമ്പോൾ സ്റ്റൊമാറ്റയ്ക്ക് എന്താ സംഭവിക്കുക? ഇങ്ങനെയുള്ള നിസ്സാരപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോയത് ശ്രദ്ധിക്കണം. സ്റ്റൊമാറ്റ വീർക്കുന്ന സമയത്ത് ഗോഡ് സെല്ലുകൾ വീർക്കുന്ന സമയത്ത് സ്റ്റൊമാറ്റയ്ക്ക് എന്താ പറ്റുക? സ്റ്റൊമാറ്റ തുറക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ എക്സാം ഹോളിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിൾ ഒരു ചോദ്യമൊക്കെ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഗോഡ് സെല്ലുകൾ വീർക്കുമ്പോൾ സ്റ്റൊമാറ്റ തുറക്കുകയാണ് ചെയ്യുക. ആൻസർ കാണുന്നുണ്ടല്ലോ, തുറക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക. അടുത്ത നോക്കുക, സ്റ്റൊമാറ്റൽ അടവിൽ ഏത് ഘടകം പ്രധാന പങ്ക് വഹിക്കുന്നു? സ്റ്റൊമാറ്റ അടയ്ക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് ഏതാണ്? K+ അയോണുകൾ പുറന്തള്ളൽ, കാർബൺ ഡൈ ഓക്സൈഡ് വേഗതയിൽ പ്രവേശിക്കൽ, ജലപ്രവാഹം, ഓക്സിജൻ അകത്തേക്ക് പ്രവേശിക്കൽ. അപ്പോൾ ഇതൊക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഓപ്ഷൻസ് ഒക്കെ സിമ്പിൾ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റി. K+ അയോൺ പുറന്തള്ളലാണ് സ്റ്റൊമാറ്റ അടയ്ക്കാൻ പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ചോദ്യം, പൊട്ടാസ്യം അയോൺ ഗതാഗത സിദ്ധാന്തം ആദ്യമായി ആരാണ് നിർദ്ദേശിച്ചത്? അല്ലെങ്കിൽ ആ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു? 1974 ലെവിറ്റാണ് ആ ഒരു സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തത്. ഉത്തരം കാണുന്നുണ്ടല്ലോ, ലെവിറ്റാണ് ആ ഒരു സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തത്. ഇനി സ്റ്റൊമാറ്റയുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? പ്രധാന പ്രോട്ടീൻ, നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിൻ്റെ കാര്യം ടാബുലേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസ് ആണെന്ന് ഞാനൊന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് വന്നൊരു ചോദ്യമാണ്. നോക്കാം, ATPase, DNA പോളിമറേസ്, അമൈലേസ്, ക്രെബ്സ് എൻസൈം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? കണ്ടു പരിചയമുള്ളത് ഇതിലേതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഏതായിരുന്നു? ATPase പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത്? സ്റ്റൊമാറ്റയുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനി ഒരു ചോദ്യം,
സ്റ്റൊമാറ്റയുടെ തുറക്കലും അടയ്ക്കലും എവിടെ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് അതിനെ നിയന്ത്രിക്കുന്നത്? സൈലത്തിൻ്റെ പ്രസൻസ്, സൈലത്തിൽ എന്തെങ്കിലും വെള്ളം കൂടുന്നതോ കുറയുന്നതോ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഗ്വാഡ് സെല്ലിൻ്റെ പ്രവർത്തനമാണോ, ഫ്ലോയത്തിൻ്റെ പ്രസൻസ് എന്തെങ്കിലും പ്രവർത്തനങ്ങളാണോ, അല്ലെങ്കിൽ റൂട്ട് ഹെയർസിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആണോ? അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് സിമ്പിളാണ്, എക്സാം ഹോളിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ചോദ്യത്തിനൊക്കെ സാധിച്ചെന്ന് വരാം. അപ്പോൾ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റൊമാറ്റയുടെ തുറക്കലും അടയ്ക്കലും എവിടെ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ഗ്വാഡ് സെൽ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഗ്വാഡ് സെൽ തന്നെയാണല്ലോ അത് ടർജിഡിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ തുറക്കുകയും അല്ലാത്തപ്പോൾ അടച്ചു വെക്കുകയും ചെയ്യുന്നത് ഗ്വാഡ് സെല്ലിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ശരി, താങ്ക്